നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മോക്കയിൽ നിന്നും ഒരു ട്രാക്കറിനെ നമുക്ക് സില്ലോട്ടിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു രണ്ട് ഫയൽസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഒരു മൊബൈലിൻ്റെ ഒരു ഫയൽ ഇത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടുന്നു. രണ്ടാമത്തത് നമ്മുടെ ഒരു പിക്ചറാണ് ഇവിടെ ഇടുന്നത്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്താ ഇതിൻ്റെ അകത്ത് പോവുക. നോഡിൽ പോയതിന് ശേഷം നോഡിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഞാൻ ഇതിൻ്റെ അകത്ത് മോക്ക പ്രോ എന്ന് ടൈപ്പ് ചെയ്തു. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ടു. സോ ഇവിടെ മോക്ക പ്രോ എന്ന് പറഞ്ഞ സംഭവം അവൈലബിൾ ആണ്. അപ്പോൾ സോഴ്സ് ഇമേജും അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ഇമേജും ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു നോഡാണ് സോഴ്സ് 2 ആണ്. അപ്പോൾ നമുക്ക് സോഴ്സ് ഇമേജും നമുക്ക് സോഴ്സും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലോട്ടും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സോഴ്സ് ഇമേജ് ആണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഇടേണ്ടത് ആ ഒരു പാർട്ടിക്കുലർ സംഭവം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തും ഇടാൻ പറ്റും. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോഞ്ച് മോക്ക പ്രോ എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു സോഴ്സ് ഇമേജും ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഇമേജും. ഓക്കെ, സോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലോഞ്ച് മോക്ക UI ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മൾ മോക്കയിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ മോക്ക ലോഡായി വരട്ടെ, അതിനുശേഷം നമുക്ക് ട്രാക്ക് ചെയ്യാം. സോ ഞാനിത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഞാനിങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഫുട്ടേജ് മോക്കയിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ലൈസൻസ്ഡ് അല്ല. അപ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഫ്രെയിം ഇതിൻ്റെ അകത്ത് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് അതല്ലല്ലോ മെയിനായിട്ടുള്ള സംഭവം. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ 1 2 3 ദെൻ 4 റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം പിന്നെ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു പൊസിഷനിൽ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്യുക, ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ഷോ പ്ലാനർ ട്രാക്കർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലാനർ സർഫസ് കൃത്യതയോടുകൂടി നമുക്ക് ഇവിടെ വെച്ച് അലൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ വയ്ക്കുന്നു. ആ പ്ലാനർ സർഫസിനെ ഞാൻ കൃത്യമായിട്ട് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോ പ്ലാനർ ഗ്രിഡ് എടുക്കാം. അപ്പോൾ ട്രാക്കിങ് നമുക്ക് എന്താണ് കറക്റ്റ് പ്രോപ്പറായിട്ട് ട്രാക്കിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം പെർസ്പെക്റ്റീവും കൂടെ ഇവിടെ ഓൺ ആക്കി കൊടുക്കുക മതി. നമ്മുടെ കയ്യിൽ മെഷ് ഇല്ല, സോ ട്രാക്ക് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ട്രാക്ക് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കയ്യിൽ ഫ്രെയിംസ് കുറവാണ്. അപ്പോൾ ഇത്രയും ഫ്രെയിംസ് ട്രാക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ട്രാക്കിൽ വരുന്നു. ഓക്കെ, ട്രാക്കിൽ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ട്രാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് നമ്മൾ സില്ലൗട്ട് കോർണർ പിൻ .txt ഇത് തന്നെ സെലക്ട് ചെയ്യുക. വേറെ ഒന്ന് സെലക്ട് ചെയ്യൽ. ന്യൂക്കിൻ്റെ പല പല ഓപ്ഷൻസും ഷേക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിലൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. സില്ലൗട്ട് കോർണർ പിന്നിൽ പോവുക, കോപ്പി ടു ക്ലിപ്പ് ബോർഡ്, ക്ലോസ്, എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ് ആ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇതിനെ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യണം. എന്തിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് ആലോചിക്കാം. നമുക്ക് ട്രാക്കറിൽ പേസ്റ്റ് ചെയ്യാം. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ട്രാക്കറിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് എഡിറ്റിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഫ്രെയിമാണ് എൻ്റെ കയ്യിലുള്ളത്. അത്രയും കൃത്യതയോടുകൂടി അത്രയും ഭാഗം എന്താണ് ട്രാക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാക്കർ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓക്കെയാണ്. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് ലിസ്റ്റ് ഉണ്ടോ, ഈ ഒരു ഒബ്ജക്റ്റ് ലിസ്റ്റ് അതിൻ്റെ അകത്ത് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. ആഡ് എ ന്യൂ ലെയർ. ഓക്കെ, ഈ ലെയറിൻ്റെ അകത്ത് ഞാൻ മോക്ക ട്രാക്കർ ഇൻഫർമേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇൻഫർമേഷൻ. ഓക്കെ, മോക്ക ട്രാക്ക്ഡ് ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മുടെ കയ്യിൽ ട്രാക്കർ ഉണ്ടല്ലോ, ട്രാക്കറിൻ്റെ അകത്ത് എല്ലാ പോയിന്റ്സ് 1 2 3 and 4 1 2 3 4 എല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ അപ്ലൈ കൊടുക്കുക. അപ്പോൾ കോർണർ പിൻ ട്രാക്കിംഗ് അപ്ലൈ ടു ദ ആക്റ്റീവ് ലെയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആക്റ്റീവ് ലെയർ. ഈ ഒരു ആക്റ്റീവ് ലെയറിൻ്റെ അകത്ത് ഈ 4 പോയിന്റ്സും എന്ത് ചെയ്തിട്ടുണ്ട്, വന്ന് കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുത്ത ട്രാൻസ്ഫോമിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സംഭവം ട്രാൻസ്ഫോമിൻ്റെ ഇൻപുട്ട് ഇമേജിനെ എടുത്തിട്ട് നമുക്ക് ഇൻപുട്ട് ഇമേജിലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഏത് ഡേറ്റയാണ് നമുക്ക് ഇതിലോട്ട് ട്രാൻസ്ഫോമിലോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ട്രാക്കറിൻ്റെ ഡേറ്റയാണ്. ആ ഡേറ്റ എടുത്തിട്ട് ട്രാക്കറിലോട്ടും കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ട്രാക്കറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫോമിലോട്ട് കൊണ്ടുവന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ട്രാൻസ്ഫോം ജസ്റ്റ് ഓൺ ആക്കി കഴിയുമ്പോൾ ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, മോക്ക ട്രാക്കർ ഇൻഫർമേഷൻ, ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി നമുക്കിതിനെ പ്രോപ്പറായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോഡിലോട്ട് പോവാം.
ജസ്റ്റ് സെലക്ട് ചെയ്യുക. മാത്ത് കോമ്പോസിറ്റ് എന്ന് പറഞ്ഞ നോഡാണ് നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. മാത്ത് കോമ്പോസിറ്റിൻ്റെ അകത്ത് 2 നോഡുണ്ട്, ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും. സോ ബാക്ക്ഗ്രൗണ്ടിന് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുക. ഫോർഗ്രൗണ്ടിന് എടുത്തിട്ട് ഇതായി ട്രാൻസ്ഫോമിലോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഫോർഗ്രൗണ്ടിലും ബാക്ക്ഗ്രൗണ്ടിലും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അറേഞ്ച് ചെയ്താൽ മതിയാവും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാത്ത് കോമ്പോസിറ്റിൻ്റെ അത് ജസ്റ്റ് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ആവും, ഇത് മാത്രം. അതിനുശേഷം എന്താ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു നോഡുണ്ട്, അതിൽ ഒരു വട്ടം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് മൂവ് ചെയ്യുന്നു, കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് വെച്ച് ഇതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മൂവ് ചെയ്യുക. ആ കൃത്യമായിട്ട് ആ ഒരു പൊസിഷനിലോട്ട് വെച്ചിട്ട് 4 പോയിൻറ്റ്സും കൃത്യമായിട്ട് അതുമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മൂവ് ചെയ്യുക. 4 കോർണർ പിൻസും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യതയോടുകൂടി ആ ഒരു പൊസിഷനിലേക്ക് വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം റഫായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് കറക്റ്റായിട്ട് ചെയ്യുക ഈ അറേഞ്ച്മെൻറ്റ്. ബാക്കിയെല്ലാം പ്രോപ്പറാണ്, ഈ ഒരു അറേഞ്ച്മെൻറ്റ് മാത്രം നമ്മൾ കൃത്യതയോടുകൂടി ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് തന്നെ ഒരു ഔട്ട്പുട്ടാണ്. കാരണം നമുക്കൊരു ഔട്ട്പുട്ട് ഇല്ല, റെൻഡർ ചെയ്യാൻ പറ്റത്തില്ല. സെലക്ട് ചെയ്യുക, ഔട്ട്പുട്ടും ടൈപ്പ് ചെയ്യുക, OUT. ഓക്കെ, ഔട്ട്പുട്ട് ഡ്രാഗ് ചെയ്ത് ഔട്ട്പുട്ടിലിട്ട് കൊടുക്കുന്ന ഔട്ട്പുട്ട് കാണാം. ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇവിടെ ചെറുതായിട്ട് ഇളവുന്നുണ്ട്. ഇപ്പം നോക്കിയേ. ഓക്കെ, ഇളവുന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലമാണ്, ഈ ഒരു ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഇത് ഇളവുന്നത്. സോ മോക്ക ട്രാൻസ്ഫർ ഇൻഫർമേഷൻ തന്നെയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് ട്രാക്കറിൽ ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ ട്രാക്കർ എടുത്തു, ഞാൻ സെലക്ട് ചെയ്തു. ഇതിൻ്റെ അകത്ത് കണ്ട ഒരു ലെയറും കൂടെ ആക്റ്റീവായി. അപ്പോൾ ലെയർ 1 ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലം വന്നത്. സോ നമ്മൾ ഒന്നുമില്ല, ജസ്റ്റ് ട്രാക്കറിൻ്റെ ഇൻഫർമേഷൻ ആ മോക്കയിൽ നിന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ലെയർ 1 കൊടുക്കുക, കഴിഞ്ഞു. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റായിട്ട് അത് അവിടെ ഇരിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ഫ്രെയിംസേ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആ ഫ്രെയിംസ് എല്ലാം കൃത്യമായിട്ട് അതിൽ അലൈൻ ആയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇളവും, കാരണം എന്താണ് അത്രയും ഫ്രെയിംസേ എനിക്ക് ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ആ അത്രയും ഫ്രെയിംസ് കൃത്യമായിട്ട് അതിലോട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഒരു രീതിയിലുള്ള പ്രോബ്ലം ഇല്ലാതെ വേണമെങ്കിൽ സൂം ഔട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു പ്രോബ്ലം ഇല്ലാതെ കറക്റ്റ് ഫിക്സ് ആയിട്ട് ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ അത് ഫിക്സ് ചെയ്യുക. ഇതിൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കണ്ടോ, ഇത്രയാണ് നമ്മൾ ട്രാക്ക് ചെയ്തത്. കാരണം 10 ഫ്രെയിം എനിക്ക് എൻ്റെ അത് പറ്റിയിട്ടുള്ളൂ, അത്രയും ഫ്രെയിം കൃത്യതയോട് ട്രാക്ക് ആയിട്ടുണ്ട്. സോ ഈ ഒരു സില്ലോട്ടിൻ്റെ ട്യൂട്ടോറിയൽ നോക്കുക ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ സില്ലോട്ടിൻ്റെ ട്യൂട്ടോറിയൽസുമായിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ഗുഡ് ബൈ, ടേക്ക് കെയർ.